കോഴിക്കോട് MDMA കേസിൽ അറസ്റ്റിലായ കാവ്യയും നീഷ്മയും ഇടത് സംഘടനയുടെ മുൻ ഭാരവാഹികൾ. ഇടതു സംഘടനയായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തകരാണിവർ. കഴിഞ്ഞ വർഷം പേരാമ്പ്ര യൂണിറ്റിന്റെ ഭാരവാഹിത്വം വഹിച്ചിരുന്നു. അറസ്റ്റിനെ തുടർന്ന് ഇരുവരെയും സംഘടനയിൽ നിന്ന് പുറത്താക്കി. വിവരവുമായി അനഘാഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ഞെട്ടിക്കുന്ന വിവരമൊന്നുമല്ല. ഇത്തരത്തിൽ ലഹരി കേസ് പ്രതികൾ ഈ ഇടതുപക്ഷ സംഘടനയിലുള്ളവരാണെന്ന് ഇതിന് മുൻപും നേരത്തെയൊക്കെ നിരവധി വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാര്യത്തിന്റെ ഗൗരവം കൂടുന്നത് അധ്യാപികമാരായ 2 പേരാണ് ഇപ്പോൾ MDMA കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. അവർ ഇടത് സംഘടനയുടെ മുൻ ഭാരവാഹികളെന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? എപ്പോഴാണ് ഇവരെ പുറത്താക്കിയത്? അശ്വതി, ഈ വടകരയിലെ MDMA കേസിൽ അറസ്റ്റിലായ 3 അധ്യാപകമാരിൽ 2 അധ്യാപകർ നീഷ്മയും കാവ്യയും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്നത് ഇടത് സംഘടനയുടെ നേതൃനിരയിൽ നിന്നുകൊണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഈ ലഹരി കേസുമായി പുറത്തു വരുന്നത്. കേരള ടീച്ചേഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിച്ചിരുന്ന കേരള ടീച്ചേഴ്സ് റിസോഴ്സ് അസോസിയേഷനിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഇടത് സംഘടനയാണ്. ടീച്ചർ അധ്യാപികമാരുടെ ഒരു സംഘടന കൂടിയാണ്. അതിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷം പേരാമ്പ്ര യൂണിറ്റ് ഭാരവാഹിത്വം ഈ 3 പേരും കഴിഞ്ഞ വർഷം പേരാമ്പ്ര യൂണിറ്റിന്റെ ഭാരവാഹിത്വം ഈ 2 അധ്യാപകന്മാരും വഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ലഹരി കേസിൽ ഈ അധ്യാപകന്മാർ പിടിയിലായതിനെ തുടർന്ന് ഇരുവരെയും ഇതിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ BRCയിലെ അധ്യാപകരെ നിയമിക്കുന്നത് അതായത് രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതായത് കഴിഞ്ഞ 10 വർഷം ഭരിച്ചത് ഇടത് സർക്കാരാണ്. അപ്പോൾ ഇങ്ങനെ BRCയിൽ നിയമിക്കുന്ന അധ്യാപകരിൽ പലരും ഇത്തരത്തിൽ ഇടത് അനുഭാവമുള്ളവരായിരിക്കും. അങ്ങനെ ഇടത് അനുഭാവം പുലർത്തുന്ന 2 അധ്യാപകരാണ് കാവ്യയും നീഷ്മയും എന്നാണ് BJP അടക്കം ഉന്നയിക്കുന്ന ആരോപണം. അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇടത് അധ്യാപിക സംഘടനയായിട്ടുള്ള KSTയുടെ ഭാരവാഹിത്വം വഹിച്ചിരിക്കുന്ന 2 അധ്യാപകരാണ് MDMA കേസിൽ അറസ്റ്റ് ആയിരിക്കുന്നത്. എന്തായാലും ഇവരെ വലിയ അറസ്റ്റിനെ തുടർന്ന് ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. MDMA കേസിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഈ കേസുമായി അന്താരാഷ്ട്ര കണ്ണികൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ പിടിയിലായിട്ടുള്ള കാവ്യയും കീർത്തനയും നീഷ്മയും ഒക്കെ ഈ വിദേശത്ത് സന്ദർശനം നടത്തിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ അധ്യാപകരായിട്ടുള്ള 3 പേരെ കൂടാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് സ്വദേശി അറസ്റ്റിലായിട്ടുണ്ട്. ഒരു ഡെലിവറി ബോയ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ചങ്ങല, ലഹരി മാഫിയയുടെ ഒരു ചങ്ങല ഈ കേസുമായി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഇടത് സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഇടത് അനുഭാവം ഈ CPM അനുഭാവമുള്ള 2 അധ്യാപകന്മാർ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അവരെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്.